ഹലോ ഗൈസ്, കയ്യിലുള്ള അത്യാവശ്യം മുട്ടയൊക്കെ വാരി തേച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അമ്മൂസിൻ്റെയാണ് കേട്ടോ. അമ്മൂസൊക്കെ അങ്ങ് വളർന്ന് വലുതായി. നമ്മളിപ്പോഴും സീറോ സൈസ് ആയ കാരണം ഏത് കാലത്തെ ഡ്രസ്സും നമുക്ക് കൊള്ളൂ. അമ്മൂസ് തന്നെയാണ് കേട്ടോ എന്നെ റെഡിയാക്കി തന്നതൊക്കെ. അങ്ങനെ ഞാൻ റെഡിയായതിനു ശേഷം എൻ്റെ കുട്ടന്മാരെ ഞാൻ റെഡിയാക്കി. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പോകുന്നത് തൊട്ടടുത്ത വീട്ടിൽ ടോമിച്ചൻ്റെ വീട്ടിലേക്കാണ്. ടോമിച്ചായൻ്റെ മോളുടെ ആദ്യ കുർബാനയാണ് കേട്ടോ ഇന്ന്. ഇതാണ് വീട്. ഇപ്പോഴും വീടിന് ഒരു മാറ്റവും ഇല്ല. പഴയ പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും വീടുള്ളത്. ചെന്നപാടെ 2 ഗ്ലാസ് ജ്യൂസ് എടുത്ത് കമഴ്ത്തി കേട്ടോ. ഇതാണ് അമ്മച്ചി. ഇനി ചെറിയൊരു സ്റ്റോറി പറയാം കേട്ടോ. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് അമ്മച്ചിയും ഫാമിലി ഇവിടെ വരുന്നത് കേട്ടോ. ആകെ 4 വീട് ഈ കുന്നുംപുറത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഫുൾ റബ്ബർ തൊടിയായിരുന്നു. 3 ക്രിസ്ത്യൻസിൻ്റെ വീടും പിന്നെ ഞങ്ങളുടെ ഒരു വീട് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഇപ്പോൾ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് വിദേശത്തും അങ്ങനെ നാട്ടിലൊന്നുമില്ല. ഇപ്പം നാട്ടിലുള്ള ആൾ ടോമിച്ചായനും ഫാമിലി മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്നത് അമ്മച്ചിയുടെ ഒരു മോനും വൈഫുമാണ്. എന്നെ ചെറുപ്പത്തിൽ കുറേ എടുത്തിട്ട് പോയി നോക്കിയിട്ടുള്ള ആളൊക്കെയാണ് കേട്ടോ. എന്നെ എടുത്തുകൊണ്ട് പോയി ഓട്ടുമ്പുറത്തൊക്കെ കയറ്റി വയ്ക്കും. ഇപ്പോഴും എന്നെ കണ്ടപ്പോൾ ഒന്ന് എടുത്തു കേട്ടോ. ഷൂ എനിക്ക് വയ്യ. ഇനി ടോമിച്ചായനെ കാണിച്ചു തരാം. ഈ ഹായ് എന്ന് പറയുന്ന ആളാണ് ടോമിച്ചായൻ. ഇത് വൈഫ് ജൂബി ചേച്ചി. അമ്മച്ചിക്ക് 5 ആമക്കളും ഒരു പെണ്ണുമാണ് കേട്ടോ. ഏറ്റവും ചെറിയ ആളാണ് ടോമിച്ചായൻ. ഇത് അവരുടെ മോള് ആഞ്ചലീന. ഇവനൊട്ടിന്ന് കേട്ടോ അവളെ എല്ലാവരും വിളിക്കാറ്. മോളുടെ ആയിരുന്നു ആദ്യ കുർബാനയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും എന്താ സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അതായത് ദിവ്യകാരുണ്യ ശുശ്രൂഷ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇത്രേ ആദ്യ കുർബാന. പള്ളിയിൽ വെച്ചിട്ടാവും ഫുൾ ചടങ്ങുകൾ. ഫുഡ് മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. ഇത് 7 വയസ്സിനും 13 വയസ്സിനും ഇടയിലാണ് ചെയ്യുക. കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇതാ വിളമ്പാൻ വന്ന ആൾക്കാരാണ് ആദ്യം തന്നെ ഇരുന്ന് കുത്തി കയറ്റുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞാനും ചാടി കയറിയിരുന്നു. അർജുനും കുഞ്ഞുനും ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കൊടുത്തു. ഞാൻ ചോറാണ് കേട്ടോ ഉണ്ടത്. അവരുടെ ആ ചോറും മോരുകറിയും കാബേജ് തോരനും ബീഫ് ഒലത്തിയതും പപ്പടവും അച്ചാറും പിന്നെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്. കുഴമ്പുളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് വെച്ചാൽ നല്ല റെഡ് കളറിലുള്ള മീൻകറി കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോറുണ്ടത്. അതെന്താണെന്ന് അറിയില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അത് നമ്മൾ അച്ചായന്മാർ തന്നെ വെക്കണം കേട്ടോ. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭക്ഷണം ഞാൻ കഴിച്ചു കേട്ടോ. എന്നിട്ട് വരാൻ നേരത്ത് അഞ്ജലിൻ്റെ കുട്ടി അവളുടെ ഒരു കാർഡും തന്നു. ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.